ഒഴിവാക്കി വിളിക്കാൻ പോസ്റ്റ് ഒട്ടിക്കാൻ അടി ഉണ്ടാക്കാനും മാത്രം മതി ഞാനൊക്കെ. അവസാനം സീനിയർ വന്നപ്പോ ആടുന്നൊന്നും ഒരുത്തനെ പിടിച്ച് നിർത്താനാണ് ഞാനൊക്കെ എന്തിനാണ് പിന്നെ ഇത്ര നാൾ കൊടി പിടിച്ച് നടന്നിന്? എന്ത് എന്റെ പ്രതിഭ ഇന്റെ LLB കൊണ്ടൊന്നും തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പറ്റൂല. ഇന്ന ഈട ആർക്കാണ് അറിയാവുന്നത്? എന്ത് പേരാണ് എനിക്ക് ഈട ഉള്ളത്? അത് പോട്ട് ഇഞ്ഞ് വാദിച്ച് ജയിച്ച് ഏതെങ്കിലും ഒരു കേസ് ഉണ്ടാ 4 ആൾ അറിയുന്നത് എന്തെന്നാണ്? പിന്നെ ഇപ്പൊ ചെല്ലു പ്രതിഭ മീറ്റിംഗ് കിടക്കാണ്ടോ ഈ ചായ അത് ശരി. അപ്പൊ എന്നെ ഒഴിവാക്കുന്നതാണ്. ആയിക്കോട്ടെ, നിങ്ങള് ഇങ്ങനെ ഇഷ്ടമുള്ള ആളെ മത്സരിക്കാൻ നിർത്തിക്കോ. പക്ഷെ ഞാനും ഇവിടെ തന്നെ കാണും. പ്രദീപിന് വലുത് പാർട്ടി തന്നെയാ. എന്ത് പറയാനാന്ന് കനകേട്ടാ? പ്രദീപിന് പേരില്ലാത്തോണ്ട് മത്സരിക്കരുത്. അതല്ലേ നടക്കട്ടെ, കുഴപ്പമില്ല, മതിയെന്ന് നിങ്ങളവിടെ ഇരുന്നോ. കുഴപ്പമില്ല, അവിടെ ഇരുന്നോ. ഞാൻ പോകുന്നതാണ്. ഞാൻ ഷജിത് കുമാർ. ഞാൻ ചാവാൻ പോകുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുന്നേരം ഞാൻ ഈ ലോകത്തുണ്ടാവില്ല. എൻ്റെ ലൈഫ് നായിനയ്ക്ക് മതിയായി. എല്ലാവരും കൂടെ ചേർന്ന് എൻ്റെ നല്ലൊരു ലൈഫ് നശിപ്പിച്ച്. നല്ലൊരു വിവാഹിതം ഇനി എനിക്കുണ്ടാവില്ല. എൻ്റെ മരണത്തിന് ഉത്തരവാദികൾ എൻ്റെ വീട്ടുകാരും അഡ്വക്കേറ്റ് പ്രതിവൻ മഞ്ഞൂടിയുമാണ്. ഗുഡ് ബൈ. ഇപ്പൊ ഈ കഷണ്ടിയൊക്കെ ഒരു ഫാഷനാന്ന്. പ്രകാശേട്ടന് അതിനു മാത്രം കഷണ്ടിയൊന്നും ഇല്ലല്ലോ. ഇല്ല, എനക്കില്ല, ഞാൻ പൊതുവെ പറഞ്ഞാന്ന്. ഈ മുടിയില്ലാത്ത ചിലരൊക്കെ ഹെയർ ഫിക്സിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അത് പോറാന്ന്. ഇങ്ങക്ക് ഇതാണ് ബ്യൂട്ടി. താങ്ക് യു. ശരിക്കും ഇങ്ങക്ക് എത്ര വയസ്സായിന്? ജസ്റ്റ് 38. കൊമ്പായാലും 39 കഴിയും. എന്താ ചായ കുടിക്കാതെ? കുടിക്കേ. ഇന്റെ ജോലി എന്തെന്നാ? ഓനെ അറിയില്ലെങ്കില് തിരക്കുള്ള വക്കീല. ഹൈക്കോർട്ടിലൊക്കെ തോന കേസുണ്ട്. വക്കീല് ചായ കുടിക്ക്. ശംസു, ഒരു മിനിറ്റ്, ഞാൻ പുറത്തുണ്ട്. കണ്ടില്ലെങ്കില് ഓന് തിരക്ക് തന്നെയാ. പറഞ്ഞോളൂ, എന്താന്ന്? പ്രതിവട്ടങ്ങളൊന്ന് പെട്ടെന്ന് ഇടം വരെ വരണം. ചെറിയൊരു പ്രശ്നമുണ്ട്. നീ കാര്യം പറ. എന്താ കാര്യം? നിങ്ങളൊന്ന് കണ്ടുനോക്ക്. എന്താന്ന്? നല്ലൊരു വിവാഹിതം ഇനി എനിക്കുണ്ടാവില്ല. എന്റെ മരണത്തിന് ഉത്തരവാദികൾ എന്റെ വീട്ടുകാരും അഡ്വക്കേറ്റ് പ്രതിവൻ മഞ്ഞൂടിയുമാണ്. ആൾക്കാര് കാണും. അതല്ല പ്രതിപേട്ട, നിങ്ങളൊന്ന് അടങ്ങ്. വേണ്ടപ്പാ, ഇവിടെ വന്നു. നിങ്ങളോനെ തല്ലിയത് എന്തായാലും ഭയങ്കര പോറ. അല്ല, ചെങ്ങായിന്റെ അവസ്ഥ അതിനെ കൊണ്ടായിരിക്കും. വാ, ഓനൊരു കഥയില്ലാത്തവനെ നമുക്ക് അറിഞ്ഞൂടെ. മുകേഷ് പിന്നാലെ പോയതിനെ കൊണ്ട് എസ്കേപ്പായി. ഒറ്റ ബുദ്ധിയാണ്. നിങ്ങൾ നമ്പർ ഇറക്കല്ലേ ഭായി, അതിന്റെ ഇടയിൽ കൂടെ. വക്കീലെ, സോറി. നിങ്ങളെ മോശക്കാരനാക്കാനൊന്നുമല്ല ഞാൻ അങ്ങനെ ചെയ്തത്. എനിക്ക് ചാവുള്ള ധൈര്യമില്ലേനു. അപ്പോൾ അങ്ങനെ ചെയ്യാനേ തോന്നി. അതാണ്. മുകേഷ് വന്നില്ലായിരുന്നു എന്താ അവന് ചെങ്ങായി? നമ്മളെല്ലാം തൂങ്ങിയനെ. വകുപ്പ് 306 തിരിയുണ്ടോ നിങ്ങൾക്ക്?
പിള്ളേറുകളില്ല അത്. മുകേഷ് വന്നില്ലെങ്കിലും ഞാൻ ചാവില്ലേനു. ആ ബെസ്റ്റ്. സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് ഞാൻ ഒരു കോമാളിയാന്ന്. ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കാൻ പോലുള്ള ധൈര്യം എനിക്കില്ല. വീട്ടിൽ അങ്ങനെയാണ് പഠിപ്പിച്ചത്. കൂട്ടിലിട്ട് ഇടം വരെ എത്തി. കല്യാണം പോലും. എനിക്കൊരു കൂട്ട് വേണേനു. പക്ഷെ ഓളെ എനിക്ക് ഇഷ്ടപ്പെടാൻ പറ്റണ്ട വക്കീലെ. പൊട്ടനാണെങ്കിലും എനിക്കും വലിയ ഇഷ്ടങ്ങള്. അത് പോട്ടെ, ഇനി അത് വീട് ഊരേണ്ട മോശം. ഓ പിന്നെ നിങ്ങൾ അവനെ തല്ലിയതാരും കണ്ടില്ലല്ലോ. അതൊന്നും അത്ര മോശമല്ല. നിങ്ങളൊന്ന് പോയാടുന്നു. ഇനി അത് കാര്യമാക്കണ്ട. എനിക്ക് വേദനിച്ച അത് മനസ്സിലാക്കണ്ട. ആ പോട്ടെ, ഇനി ചെല്ല്. ചെന്നുവിടും. ചെല്ല്. ഓൻ പാവല്ലാന്ന്. ഇപ്പൊ എന്താ പരിപാടി? എന്ത് പരിപാടി? കള്ളുടിക്കാം. ഓന്റെ കാര്യത്തിൽ എന്താ പരിപാടി? ഓനും കൊടുക്കാം.